ഹലോ മക്കളെ, നമ്മളിന്ന് നോക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള രണ്ടാമത്തെ പാഠമായിട്ടുള്ള പലഹാരപ്പൊതി എന്നതിലെ ഒരു ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് കയ്പും മധുരവും മുന്തിരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അല്ലേ, ഒരു ചെറിയൊരു വിവർത്തനമാണ്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതിന് ശേഷം തോൽക്കില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ നോക്കുന്നത്. അത് മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച മുന്തിരിങ്ങ എന്ന് പറയുന്നത് റഷ്യൻ ഭാഷയിലുള്ള ഒരു കഥയാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ മലയാള ഭാഷയിലും ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു കവിതയാണ് താഴെ തന്നിരിക്കുന്നത്. അത് നോക്കിയാലോ. തോൽക്കില്ല ഞാൻ. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരക്കയത്രേ. നാണം കെട്ടുമടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങയത്രേ. പട്ടുകൂമ്പാള കോണമുടുത്തു, പ്ലാവില പൊൻകിരീടവും വെച്ചു. പയ്യെ പയ്യെ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. മാമൂന്നിനെന്തു കൂട്ടി നീ പെണ്ണേ, മീമി ചുട്ടതാണമ്മച്ചി തന്നേ. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണേ. മാന്തളിന്നൊറ്റ കണ്ണല്ലേയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. KC ഫ്രാൻസിസ് ആണ് ഇതെഴുതിയിട്ടുള്ളത്. പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ കവിതയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരക്കയത്രേ. മേരിയോട് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണ് എന്ന്. അപ്പോൾ നമ്മളോട് ചില സമയത്തൊക്കെ ആരെങ്കിലും പേര് ചോദിച്ചാൽ നമ്മൾ പേരക്ക എന്നൊക്കെ പറയില്ല. അതുപോലെ മേരിക്കുട്ടി പറയാണ് എൻ്റെ പേര് പേരക്കയാണ് എന്നല്ലേ. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങയത്രേ. അപ്പോൾ രണ്ടാമത് അവർ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പേരക്ക എന്ന് പറഞ്ഞിട്ടൊന്നും നാണം കെട്ടൊന്നും അവർ പോയില്ല കേട്ടോ. അവരെന്താണ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നാടെന്താ കുട്ടി, നാടേതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മേരിക്കുട്ടി എന്താ പറയുന്നത്, നാരങ്ങ എന്ന് അല്ലേ. പേരെന്താന്ന് ചോദിച്ചപ്പോൾ പേരക്ക, നാരങ്ങ എന്നല്ല, നാടേതാന്ന് ചോദിച്ചപ്പോൾ നാരങ്ങ അല്ലേ. അടുത്തത് പട്ടുകൂമ്പാള കോണമുടുത്തു, പ്ലാവില പൊൻ കിരീടവും വെച്ചു. പട്ടുകൂമ്പാള കോണമുടുത്തു അല്ലേ. പട്ടുകൂമ്പാളെന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ ഒരു ചെറിയൊരു പാള പോലുള്ള സംഭവമാണ് കേട്ടോ. അതുടുത്തു. പ്ലാവില പൊൻ കിരീടവും വെച്ചു, പ്ലാവില കൊണ്ടുള്ള കിരീടവും വെച്ചു. പയ്യെ പയ്യെ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നമ്മൾ തെങ്ങിൻ്റെ മടലുണ്ടല്ലോ, ഓലല്ലാത്ത ഭാഗം, മട്ടൽ, അതിനെ കൊണ്ട് ഒരു കളിക്കുന്ന പൈക്കിടാവിനെ ഉണ്ടാക്കിക്കുക. വെറുതെ ജസ്റ്റ് കളിക്കുന്ന പോലെ. ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയാകുമ്പോൾ അത് പൈക്കിടാവാണെന്ന് സങ്കല്പിച്ചിട്ട് അതിനെങ്ങനെ തെളിച്ച് വരികയാണ്. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ, നാരങ്ങ എന്നാണല്ലോ നാടിൻ്റെ പേര് പറഞ്ഞത്. അപ്പം നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധമായ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ, ഇപ്പോൾ ഒരു കൊച്ചുറാണിനെ പോലാണല്ലേ വരുന്നത്. തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അവളുടെ വരവ് കണ്ടിട്ട് ഈ കവിയുടെ അപ്പച്ചൻ പോലും കൈകൊണ്ട് മുഖം മറച്ചിട്ട് പൊട്ടിച്ചിരിക്കും. അടുത്തത് അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും. ഇപ്പോൾ കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം അല്ലേ. സ്വപ്നത്ത് കാണുമ്പോലെ നമ്മുടെ മേരിക്കുട്ടിയുടെ വരവ് കാണുമ്പോൾ അമ്മ ചെന്ന് വാരിയെടുക്കും. എന്നിട്ട് ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. അമ്മയുടെ പിന്നാലെ എത്തുന്ന ബാക്കിയുള്ളവരും ഓരോ വർത്തമാനങ്ങളൊക്കെ ചോദിച്ചിരിക്കും.
മാമൂന്നിനെന്തു കൂട്ടി നീ പെണ്ണേ മീമി ചുട്ടതാണ് അമ്മച്ചി തന്നെ. അപ്പോൾ മാമു എന്ന് പറയുമ്പോൾ ഭക്ഷണം, ചെറിയ കുട്ടിയല്ലേ, അപ്പം അങ്ങനെ ചോദിക്കുക കേട്ടോ. മാമൂന്നിന് നീ എന്താണ് കൂട്ടിയത് ചോദിക്കുമ്പോൾ മീമി ചുട്ടതാണെന്നാണ് പറയുന്നത്. മീമി പറഞ്ഞാൽ മീനിന് ചെറിയ മക്കൾ മീമി എന്നല്ല പറയുക. മീമി ചുട്ടതാണ് അമ്മച്ചി തന്നേന്നല്ലേ, മീമി ചുട്ടതാണ് അമ്മച്ചി തന്നതെന്ന് പറയാണ്. കള്ളി നീ അതിൽ എന്തൊക്കെ തിന്നു? അപ്പോൾ അവർ ചോദിക്കുകയാണ്, കള്ളി നീ അതിൽ എന്തൊക്കെയാണ് തിന്നതെന്ന്. അപ്പോൾ അവൾ പറയാണ്, മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. അപ്പോൾ മുള്ളല്ലാത്തതൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടെന്ന്. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻ മരങ്ങളായി വന്നാലോ പെണ്ണെ. അപ്പോൾ അതാ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ പിന്നെ ആ മീനിൻ്റെ 2 കണ്ണും വയറ്റിലെത്തിയിട്ട് അത് മുളച്ചിട്ട് വലിയ മീനിൻ്റെ മരങ്ങളായിട്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മേരിക്കുട്ടി എന്താണ് ആൻസർ പറയുന്നത്? ഉത്തരം എന്താണ് പറയുന്നത്? മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളൂ മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. അപ്പോൾ മാന്തളിന് ഒരു കണ്ണ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് വളരാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് മാറി നിന്നിട്ട് അവൾ കൊഞ്ഞനം കാട്ടുകയാണ്. പിന്നെ ഈ ഒരു പാഠഭാഗത്തുള്ള കുറച്ച് വാക്കുകളുണ്ട്, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത വാക്കുകളുണ്ട്. അതിൻ്റെ മലയാളത്തിൽ തന്നെയുള്ള നമുക്ക് പരിചിതമായിട്ടുള്ളൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. കൂമ്പാള എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞപ്പോളം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കവുങ്ങിൻ്റെ മുകളിൽ ചെറിയൊരു പാള പോലെ ഒരു സംഭവം. പിന്നെ കോണമെന്ന് പറഞ്ഞാൽ കോണകം, പയ്യെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, മടൽ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓലയുടെ തണ്ട്. പിന്നെ പൈക്കിടാവ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. വിശ്വപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്താകെ അറിയപ്പെടുന്ന. കരം എന്ന് പറഞ്ഞാൽ കൈ. കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. ഇനി നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാരങ്ങ നാട്ടിലെ കൊച്ചു റാണിയുടെ ചിത്രം കണ്ടില്ലേ? കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചു റാണിയുടെ ചിത്രം വരയ്ക്കൂ എന്ന്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആ ഒരു വരവ് മനസ്സിലല്ലേ, കവിത വായിച്ചു തന്നപ്പോൾ ആ ഒരു കുട്ടിയുടെ രൂപം മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലല്ലേ ചിത്രങ്ങൾ മനസ്സിലേക്ക് പതിയെ ആ ഒരു രീതിയിൽ വരച്ച് ടീച്ചറെ കാണിക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? ചിത്രത്തിലെ റാണി ഒരു നാരങ്ങയുടെ പുറത്താണ് ഇരിക്കുന്നത്. തലയിൽ ഇല കൊണ്ടുള്ള കിരീടം വെച്ചിട്ടുണ്ട്. ഒരു മഞ്ഞ ഷോള് ധരിച്ചിട്ടുണ്ട്. പട്ടുപാവാടയാണ് ഉടുത്തിട്ടുള്ളത്. കവിതയിലെ റാണി കൂമ്പാള കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് ധരിച്ചിരിക്കുന്നത്. തെങ്ങിൻ മടല് കൊണ്ടുള്ള പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൾ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ചർച്ച ചെയ്യൂ. രണ്ടുപേരും രക്ഷപ്പെട്ട മാർഗങ്ങളിൽ വ്യത്യാസമുണ്ട്. മുന്തിരിങ്ങയിലെ വാന്യ താൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ കരയുകയും ഞാൻ മുന്തിരി എടുത്തിട്ടില്ല എന്ന് പറയുകയും ചെയ്താണ് രക്ഷപ്പെടുന്നത്. മാന്തൾ തിന്ന മേരിയാണെങ്കിലോ മാന്തളിന് ഒരു കണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ട് മരമായി വളരില്ല എന്ന് കുസൃതിയിലൂടെ പറഞ്ഞാണ് രക്ഷപ്പെടുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പം മക്കൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ വരും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ.